ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൺമണി ഒരുപാട് വൈകി ഹോസ്പിറ്റലിൽ നിന്നും രാത്രിയിൽ വീട്ടിലേക്ക് എത്തുകയാണ്. സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് തകർന്ന മനസ്സുമായി കൺമണി വീട്ടിലേക്ക് എത്തുമ്പോൾ ധനലക്ഷ്മി കൺമണിയെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, സ്കൂളിൽ പോകണം, വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി ചെയ്യണം, ദീപം കൊളുത്തണം, പഠിക്കണം, രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിലേതെങ്കിലും അപരിചിതര് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോവരുത് എന്നൊക്കെ ധനലക്ഷ്മി കൺമണിയോട് പറയുന്നുണ്ട്. എന്റെ വീട്ടുകാർ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചതെന്നും ഇതിനൊന്നും ഞാൻ ഇതുവരെ ഒരു മാറ്റം വരുത്തിയിട്ടില്ലെന്നും എന്നെ കണ്ട് മറ്റുള്ള പെൺകുട്ടികൾ പഠിക്കണമെന്ന് വരെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്നും എന്നെ പോലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നും ധനലക്ഷ്മി കൺമണിയോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കൺമണി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടത്തി, നിങ്ങൾ സന്ധ്യാദീപം കൊളുത്തിയും പ്രാർത്ഥിച്ചും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈശ്വരനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരികയാണ്. വീണ്ടും കൺമണി പറയുന്നുണ്ട്, ഏട്ടത്തിയെ കണ്ടാൽ തന്നെ അറിയാം ഈശ്വരന് ഒരു വിശ്വാസവും ഇല്ലെന്ന്. അവർക്ക് വേണമെങ്കിലും ദീപം കൊളുത്താം, പ്രാർത്ഥിക്കാം, പക്ഷേ ആ ദീപം കൊളുത്തുമ്പോ വെളിച്ചം കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഏട്ടത്തി നേരത്തെ പുറം ലോകം കണ്ടിരുന്നെങ്കിൽ ഏട്ടത്തിയുടെ മനസ്സ് എത്രയോ വിശാലമായേനെ. ഏട്ടത്തി പണ്ട് പറഞ്ഞതുപോലെ തന്നെ നല്ല സ്വഭാവമൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഇപ്പൊ ഏട്ടത്തിയെ കണ്ട് ആരും പഠിക്കുകയെന്ന് പറയില്ല, ഏട്ടത്തിയെ പോലെ ആവരുതെന്നേ പറയുള്ളൂ എന്ന് കൺമണി പറയുമ്പോ ധനലക്ഷ്മി ദേഷ്യം വന്ന് കൺമണിയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ്. ഇത് കണ്ട് കൺമണി പറയുന്നുണ്ട്, ഇതേ എന്നെ തൊട്ടാലുണ്ടല്ലോ അല്ലടിച്ച് തെറിപ്പിക്കും ഞാൻ. ഏട്ടത്തി ആരാണെന്ന് ഏട്ടത്തിയുടെ വിചാരം വലിയൊരു തറവാട്ടമ്മ. തറവാടികൾ എന്ന് പറയേണ്ടത് പ്രവൃത്തികൾ കൊണ്ടാണ്, അല്ലാതെ ഇങ്ങനെ വാചകമടിച്ചല്ല. നിങ്ങളുടെ മനസ്സ് ഫുള്ളും വിഷമാണ്. ഇത് നിങ്ങൾ പോയി നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോയാൽ മതി. ഞാൻ തറവാടിയല്ല, അതും പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ ചവിട്ടിക്കൂട്ടി ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്നും പോവുകയാണ്. ധനലക്ഷ്മിക്കാണെങ്കിൽ കൺമണിയെ ഇതെല്ലാം പറഞ്ഞത് കേട്ട് ആകെ ദേഷ്യം വരികയാണ്. പിന്നീട് കൺമണി കുളിച്ച് ഫ്രഷായി വരുന്ന സമയത്ത് സാഗർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് കൺമണി അങ്ങനെ കരയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോകുല് വരുന്നത്. ഗോകുൽ എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത് അപ്പേ? അപ്പയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. കൺമണി എന്നിട്ട് വളരെ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്, ഞാനും ക്രിസ് സാറും തമ്മിൽ പിരിഞ്ഞു എന്ന്. ഗോകുലിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഗോകുല് ചോദിക്കുന്നുണ്ട്, അപ്പയ്ക്കും ക്രിസ് സാറിനും ഇതെന്തു പറ്റി? ചില സമയത്ത് പറയും നിങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലാണെന്ന്, ചിലപ്പോൾ പറയും നിങ്ങൾ പിരിഞ്ഞു എന്ന്. ഇത് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട്, ഞങ്ങള് പിരിഞ്ഞത് ദേഷ്യം കൊണ്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ഒന്നുമല്ല. സാഗർ സാർ ഇന്നെന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയി സാഗർ സാറിനെ കണ്ടു. സാഗർ സാർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സാഗറും കൺമണിയും സംസാരിച്ച കാര്യങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് ഗോകുൽ കൺമണിയോട് പറയുന്നുണ്ട്, സത്യത്തിൽ സാഗർ സാറിന് തലയ്ക്കാണോ പ്രശ്നം? സാഗർ സാറിനും അറിയാം ക്രിസ് സാറിന് മാനസ മേഡത്തെ കണ്ണെടുത്താൽ കണ്ടോടാ എന്ന്. പിന്നെ എന്തിനാണ് സാഗർ സാർ ഇങ്ങനെയെല്ലാം പറഞ്ഞത്? ക്രിസ് സാറും മാനസ മേഡവും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. രാജകുമാരനും രാജകുമാരിയും തമ്മിലുള്ള കല്യാണമേ നടക്കൂ. അപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ക്രിസ് സാറ് മാനസ മേഡത്തെ കല്യാണം കഴിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന്? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ക്രിസ് സാറിന് മാനസ മേഡത്തെ ഒട്ടും ഇഷ്ടമല്ലെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ക്രിസ് സാറിനെ ഒന്ന് വിളിക്ക്, എനിക്ക് ക്രിസ് സാറിനോട് സംസാരിക്കണമെന്ന് ഗോകുല് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്നെ ഒരുപാട് തവണ സാറ് വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറയാണ്. ഗോകുൽ അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടി അങ്ങോട്ടേക്ക് ക്രിസ് സാറിനെ വിളിക്കേ എന്ന് കൺമണിയോട് പറയാണ്. കൺമണി എന്നിട്ട് ഋഷിനെ വിളിക്കാനായി പോകുന്ന സമയത്ത് കൺമണിയുടെ ഫോൺ റിങ് ചെയ്യാണ്. ഗോകുൽ അപ്പൊ പറയുന്നുണ്ട്, അത് ക്രിസ് സാറായിരിക്കും, പോയി ഫോൺ എടുക്കുക അപ്പേ എന്ന് പറയാണ്. കൺമണി എന്നിട്ട് ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു നമ്പറിൽ നിന്നായിരിക്കും കോൾ വരുന്നത്. ഗോകുലപ്പ പറയുന്നുണ്ട് കൺമണിയോട്, ചിലപ്പോ സാറിന്റെ നമ്പറിൽ നിന്നും വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയായിരിക്കും, അപ്പൊ എന്തായാലും ഫോൺ എടുക്കുക പറഞ്ഞ് കൺമണി ഫോൺ അറ്റൻഡ് ചെയ്യാണ്. കൺമണിയുടെ ഫോണിലേക്ക് ഭാഗ്യശ്രീയാണ് വിളിക്കുന്നത്. ഭാഗ്യശ്രീ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, ഹലോ കൺമണി, ഇത് ഞാനാണ് ഭാഗ്യശ്രീ, എന്റെ വേറൊരു നമ്പറാണ്, അഡീഷണൽ നമ്പറാണ്. ഒരു അപകടം പ്രതീക്ഷിച്ച് ഞാന് മുൻകൂട്ടി ദേഹത്ത് തന്നെ ഒളിപ്പിച്ച ഫോണിൽ നിന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും എന്നെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് കൺമണി എന്റെ വീട്ടിൽ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അവരെന്നെ കിഡ്നാപ്പ് ചെയ്തു. ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ്. ഇന്ന് രാത്രി എന്റെ അച്ഛനും അമ്മയും സാഗർ സാറിനെ കൊല്ലുമെന്ന് ഭാഗ്യശ്രീ കൺമണിയോട് പറയുമ്പോൾ ഇത് കേട്ട് കൺമണി ആകെ ഷോക്കാവുന്നുണ്ട്. ഏതു വിധേനയും അവർ സാഗർ സാറിനെ കൊല്ലും, അത് ഉറപ്പാണ്. ഞാൻ പോലീസുകാരെ വിളിച്ചറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ സഹായം പൂർണ്ണമായും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അച്ഛനും അമ്മയ്ക്കും പോലീസുകാരിൽ നല്ല പിടിപാടുണ്ട്, അതുകൊണ്ട് അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പോലീസുകാരിൽ ആരൊക്കെയാണ് നമ്മുടെ
ഒരാളുടെ കൂടെ നിൽക്കാം എന്ന് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ കൺമണിയെ മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൺമണിയെ ഇപ്പോൾ വിളിച്ചത്. കൺമണി എങ്ങനെയെങ്കിലും സാഗർ സാറിനെ രക്ഷിക്കണം. അമ്മയും അച്ഛനും ഇപ്പോൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടാവും. മിനിറ്റ് പോലും ഇനി കളയാനില്ല. എത്രയും പെട്ടെന്ന് കൺമണി സാഗർ സാറിനെ രക്ഷിക്കാനായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഭാഗ്യശ്രീ പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ഭാഗ്യശ്രീ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ ദക്ഷ. ഞാൻ ദക്ഷയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം. ദക്ഷ എന്തായാലും നമ്മളെ സഹായിക്കും. ഭാഗ്യശ്രീ ഇപ്പോൾ ഉള്ള സ്ഥലത്തെ ലൊക്കേഷൻ എനിക്ക് അയക്കേ. ദക്ഷയോട് പറഞ്ഞ് ഭാഗ്യശ്രീയെ രക്ഷിക്കാനുള്ള കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കാമെന്ന് കൺമണി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. കൺമണി ആകെ വെപ്രാളപ്പെടുന്ന കണ്ട് ഗോകുൽ എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അപ്പേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഒന്നും മിണ്ടാതെ വേഗം തന്നെ ACP ദക്ഷയെ വിളിക്കുകയാണ്. എന്നിട്ട് ഭാഗ്യശ്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണി ദക്ഷയോട് പറയുകയാണ്. എല്ലാം കേട്ട് ദക്ഷ പറയുന്നുണ്ട്, കൺമണി ഒന്നുകൊണ്ടും പേടിക്കണ്ട, കൺമണിയുടെ കൂടെ പോലീസുകാരുണ്ട് എന്ന് ദക്ഷ പറയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, ശരി ദക്ഷ, ഞാനിപ്പോൾ തന്നെ ഭാഗ്യശ്രീയുടെ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഏടെ കൺമണി ഫോൺ കട്ട് ചെയ്യാണ്. ഇതെല്ലാം കേട്ട് ഗോകുലാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ്. കൺമണി എന്നിട്ട് ഗോകുലിനോട് പറയുന്നുണ്ട്, സാഗർ സാറിന്റെ ജീവൻ അപകടത്തിലാണ്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് കൺമണി പറയുമ്പോ ഗോകുല് ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയിൽ അപ്പോ ഒറ്റയ്ക്ക് പോവാനോ? ഇതൊന്നും ശരിയാവില്ലെന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ഞാനുള്ളപ്പോൾ സാഗർ സാറിന്റെ ജീവന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല, എനിക്ക് പോയേ പറ്റൂ, നീ ഇതിവിടെ ആരോടും പറയണ്ടെന്ന് കൺമണി ഗോകുലിനോട് പറയാണ്. ഇതിനുശേഷം ബാലുവും സുമിത്രയും അവരുടെ ഗുണ്ടകളും ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുകയാണ്. ബാലു ആ ഗുണ്ടകളോട് പറയുന്നുണ്ട്, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൃത്യമായിരിക്കണം എന്ന് പറയുമ്പോ ആ ഗുണ്ടകളിലെ ഒരാള് പറയുന്നുണ്ട്, തീക്കളിയാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ ഏറ്റു, കാര്യമാലോചിച്ച് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് 3 പോലീസുകാരെത്തുന്നുണ്ട്. സാഗറിന്റെ പ്രൊട്ടക്ഷനായിട്ട് വന്ന 3 പോലീസുകാരാണത്. 3 പോലീസുകാരും സാഗറിന്റെ ICUയിലേക്ക് പോകുന്ന സമയത്ത് അലുവും സുമിത്രയും പറഞ്ഞതുപോലെ ആ 3 ഗുണ്ടകളും 3 പോലീസുകാരെ പോയി പിടിക്കുന്നുണ്ട്. പിന്നീട് ആ 3 പോലീസുകാരെയും മയക്കി കിടത്തി അവരുടെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് ആ ഗുണ്ടകൾ കഴുത്തിലിടുകയാണ്. ഇതെല്ലാം കണ്ട് സുമിത്രയ്ക്കും ബാലുവിനും വളരെ സന്തോഷമാവുന്നുണ്ട്. അവരുടെ പ്ലാൻ വിജയിക്കുന്നതിന്റെ ദോഷമാണ് അവരുടെ മുഖത്ത്. എന്നിട്ട് സുമിത്രയും ബാലുവും ആ ഗുണ്ടകളോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളാണ് പോലീസ്. സാഗർ കിടക്കുന്ന ICUവിന് മുന്നിൽ മറ്റാരും കയറാതെ നിങ്ങൾ അവിടെ കാവൽ നിൽക്കണം. സമയത്ത് ഞങ്ങൾ ICUയിൽ കയറി സാഗറിന്റെ കഥ കഴിക്കും എന്ന് സുമിത്രയും ബാലുവും പറയുന്ന സമയത്ത് ഗുണ്ടകൾ ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ICUവിന് മുന്നിലേക്ക് ഗുണ്ടകൾ പോവുകയാണ്. പിന്നീട് സാഗറിന്റെ ICUവിന് മുന്നിൽ മാനസിയും കൃഷുമുണ്ട്. പക്ഷെ മാനസിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒഴിവാക്കാനായി മാനസിയോട് പോയി പറയുന്നുണ്ട്, ഞാനിവിടെ നിന്നോളാം, നീ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ മാനസ കൃഷിനോട് പറയുന്നുണ്ട്, ഞാനിവിടുന്ന് പോയാൽ കൺമണിയെ നിനക്ക് ഇവിടെ വിളിച്ചു വരുത്താനല്ലേ, നേരത്തെ നിങ്ങൾ രണ്ടുപേരും നടത്തിയത് ഒരു നാടകമായിരുന്നു എന്ന് എനിക്കറിയാം, എന്നെ പറ്റിക്കാനായിട്ട് ഗിളിനെ കാണാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ അകത്ത് കയറി എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ്. അവളോട് അങ്ങനെയെല്ലാം പറഞ്ഞത് നീയാണെന്ന് എനിക്കറിയാം, അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കുമെന്ന്. ഇതൊക്കെ ഡയലോഗുകളും സാഹിത്യവുമായിരുന്നു അവൾക്ക്. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല, എന്തൊക്കെയായിരുന്നു സമയത്ത് ഞാനെല്ലാം വിശ്വസിച്ചു പോയെങ്കിലും അതെല്ലാം നിങ്ങളുടെ നാടകമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാം നിങ്ങൾ നടത്തിയ നാടകമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു മാറ്റം വരില്ലല്ലോ എന്ന് മാനസ പറയുമ്പോ ഇതെല്ലാം കേട്ട് കൃഷ് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊക്കെയായാലും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എന്തായാലും കൺമണിയെ കുറിച്ച് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞതുപോലെ കൺമണി അപ്പോൾ അഭിനയിച്ചതാണെന്ന് ഇപ്പോൾ എനിക്കും തോന്നിപ്പോവുകയാണ്. അവൾ എന്തായാലും തിരിച്ചു വരും, അത് ഉറപ്പാണെന്ന് കൃഷ് മാനസിയോട് പറയുകയാണ്. എല്ലാം കേട്ട് മാനസികാകെ ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണി ഹോസ്പിറ്റലിലേക്ക് സാഗറിന്റെ ജീവന് ആപത്താണെന്നറിഞ്ഞ് രാത്രിയിൽ ഒരു സഹായവുമില്ലാതെ ഒറ്റയ്ക്ക് വരികയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.